എല്ലാവർക്കും HIDSന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ എങ്ങനെ എളുപ്പത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാതെയും നമ്മുടെ ഒരേ ഒരു കൈൻമാസ്റ്റർ എന്നൊരു ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ഒരു മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് എങ്ങനെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മളിവിടെ പറയാൻ പോകുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈൻമാസ്റ്ററിൽ നേരെ പ്രോജക്റ്റിലേക്ക് കിടക്കാം. 16:9 ആണ് ഏറ്റവും നമുക്ക് ആസ്പെക്റ്റ് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് നേരെ നമ്മുടെ മീഡിയയിലേക്ക് പോകാം. മീഡിയയിൽ നമുക്ക് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ കൊടുക്കാം. ഈ ഒരു ഫോട്ടോ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അത് ഇപ്പോൾ നമ്മുടെ ഈ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോ ആക്കാം. കാരണം വീഡിയോയുടെ മുകളിലാണെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ കുറച്ച് ഡ്രാഗ് ചെയ്ത് നീക്കാം. നിങ്ങൾക്ക് വീഡിയോ പോലെ തോന്നാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെയറിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് ടെക്സ്റ്റ് എടുക്കുക. ഇത് പുതിയ യൂട്യൂബേഴ്സിന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു, നമ്മളിത് ഓക്കെ കൊടുത്തു. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ വന്നു. ഇനി നമുക്കതിനെ കളർ കൊടുക്കാം. നമ്മൾ ഏത് കളറാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്ലാക്ക് ചെയ്ത് നോക്കാം. ബ്ലാക്ക് ചെയ്താൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല. നമുക്ക് വൈറ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് കാണാം, നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണാൻ പറ്റി. ഈ ഒരു കളർ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ബോൾഡാണ് ഇഷ്ടം. ബോൾഡാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് യഥാർത്ഥ സബ്സ്ക്രൈബ് ബട്ടൺ ഇതൊരു റെഡായി കഴിഞ്ഞാൽ നമുക്കൊരു ഒറിജിനാലിറ്റി യഥാർത്ഥ സബ്സ്ക്രൈബ് ബട്ടൺ പോലെ കാണാം. നമുക്കിപ്പോൾ ഓക്കെ റെഡ്. നമുക്ക് ഇനി ഇൻ അനിമേഷൻ കൊടുക്കാം. ഇൻ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനിമേഷൻ്റെ ആദ്യത്തെ തുടക്കത്തെയാണ് ഇൻ അനിമേഷൻ. ഇനി നമുക്ക് സ്ലൈഡ് അപ്പ് കൊടുക്കാം. ഇങ്ങനെ വരും, നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് വരും. എന്നിട്ട് അതിനെ നമുക്ക് 1.5 സെറ്റ് ചെയ്യാം. അതിൻ്റെ സ്പീഡാണ്. എന്നിട്ട് നമുക്ക് പിന്നെയും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട് അനിമേഷൻ കൊടുക്കാം. ഔട്ട് അനിമേഷൻ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ഡൗൺ, അതും നമുക്ക് 1.5 സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്പീഡ് കറക്റ്റ് സെറ്റ് ചെയ്യില്ലെങ്കിൽ നമ്മൾ വരുന്നതിൻ്റെ സ്പീഡും പോകുന്നതിൻ്റെ സ്പീഡും വേറെ ആയി പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് ഇപ്പോൾ പോവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.